ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഈശോയുടെ ഗത്സമൻ അനുഭവത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്ന അതിമനോഹരമായിട്ടാണല്ലോ. അവൻ പതിവ് പോലെ ഗത്സമനിയിലേക്ക് പോയി. ഗത്സമനി എന്ന വാക്കിൻ്റെ അർത്ഥം ഒലിവ് ചക്ക് എന്നാണ്. ഒലിവ് കായകളെ ഞെരുക്കി അതിൽ നിന്ന് ഒലിവെണ്ണ ഉണ്ടാക്കുന്ന ഇടം. സമ്മർദ്ദങ്ങളുടെ, തീവ്രമായ വേദനകളുടെ കൊടുമുടി, കലവറ. അവിടേക്ക് ഈശോ പതിവായി പോയിരുന്നുവെന്ന് സുവിശേഷകൻ പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലൂടെ അവൻ നിറവേറ്റാനിരുന്ന ഒരു മഹാദൗത്യത്തെ, അതേക്കുറിച്ചുള്ള ചിന്തകൾ, താൻ സ്വീകരിക്കാനിരിക്കുന്ന കഠിനമായ ഉഗ്രമായ വേദനകൾ, അതേക്കുറിച്ചുള്ള ചിന്തകൾ അവനെ വല്ലാതെ മതിച്ചിരുന്നുവെന്നും അതേക്കുറിച്ചുള്ള ചിന്തകൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടിയാണ് അവൻ പതിവായി ഒലിവുമലയിലേക്ക്, ഗത്സമനിയിലേക്ക് പോയത് എന്ന് ലൂക്ക രേഖപ്പെടുത്തുകയാണ്. അവിടെ അവൻ കടന്നുപോയ തീവ്രവേദനകളെ ചിത്രകാരനും വൈദ്യനുമായ ലൂക്ക വളരെ സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തം തുള്ളികളായി നിലത്തു വീണു. ഒരു മനുഷ്യവ്യക്തി അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനതരമായ വേദനകളുടെ, തീവ്രമായ വേദനകളുടെ ഒരു ചിത്രമാണ് ലൂക്ക വരച്ചു കാട്ടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സുവിശേഷത്തിലൂടെ ധ്യാനാത്മകമായിട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് അവൻ്റെ രക്തത്തുള്ളികളിലേക്കല്ല, മറിച്ച് രക്തത്തെ വിയർപ്പാക്കുന്ന തീവ്രവേദനയിലും അവൻ അതിലും തീവ്രവും സാന്ദ്രവുമായ ഒരു ബന്ധത്തെ അനുസ്മരിച്ചു. അവനെ ആശ്വസിപ്പിക്കാൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, വേദനകളുടെ കൊടുമുടികളിൽ, ഗത്സമനികളിൽ സ്വർഗത്തിൻ്റെ സ്പർശം അനുഭവിക്കാനാകുമെന്ന് ഈ വെള്ളിയാഴ്ചയിലെ സുവിശേഷം നമുക്ക് ഉറപ്പ് തരുകയാണ്. ജീവിതം നമുക്ക് വെച്ച് നീട്ടുന്ന ഗത്സമനികളിലൂടെ, ഒലിവ് ചക്കുകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈശോ പോയതുപോലെ പതിവ് പോലെ അവയിലൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരാണ്, നിയോഗം സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. അവിടെ നമ്മളാരും തനിച്ചല്ല. കൂടെ ഉണ്ടെന്ന് നാം കരുതിയ പലരും ഉറങ്ങുന്നുണ്ടാവും, ഉറക്കം നടിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മെ വിട്ട് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മെ ശക്തിപ്പെടുത്താനായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ നമ്മളെ തേടി വരുമെന്ന് ഈശോയുടെ അനുഭവം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം പരീക്ഷകളിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കുന്നവരെ കാത്തിരിക്കുന്ന കിരീടത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടു. അവിടെ പറയുകയാണ്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നുമില്ല. എന്ന് വെച്ചാൽ പരീക്ഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് തിന്മയായിട്ട് മാറില്ല. ഈ പരീക്ഷകളിൽ വിജയം വരിക്കുന്നവരെ കാത്ത് ദൈവം ഒരു കിരീടം ഒരുക്കിയിട്ടുണ്ടെന്ന് യാക്കോബ് ശ്ലീഹ ഉറപ്പ് നൽകുകയാണ്. സഹനങ്ങളിലൂടെ കടന്നുപോയ ആദിമസഭയ്ക്ക് എത്ര ആശ്വാസമാണ് യാക്കോബ് ശ്ലീഹ പകരുന്നത്. പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവർക്ക് അവിടുന്ന് ജീവൻ്റെ കിരീടം ഒരുക്കി. ആ കിരീടത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ പറയുന്ന വാക്കുകൾ എത്ര പ്രസക്തവും മനോഹരവുമാണ്. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന്, ഒട്ടും ശോഭ കുറയാത്ത പ്രകാശത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവമാണ് നന്മകളുടെ, സൗഭാഗ്യങ്ങളുടെ, പ്രകാശത്തിൻ്റെ ഉറവിടം. അവിടുന്ന് നിന്നാണ് എല്ലാ നന്മകളും പുറപ്പെടുന്നത്. ആ നന്മയിൽ നിന്ന് സമ്മാനം സ്വീകരിക്കാനുള്ള ക്ഷണമാണ് ഓരോ പരീക്ഷകളും. പ്രിയമുള്ളവരെ, ജീവിതമൊരുക്കുന്ന പത്മവ്യൂഹങ്ങളിലേക്ക്, ഔട്ട്ഫിറ്റ്സുകളിലേക്ക്, ഗത്സമനികളിലേക്ക് കടന്നു പോകാൻ പലപ്പോഴും നമ്മൾ നിർബന്ധിക്കപ്പെട്ടു എന്ന് വരും. ലോക ചരിത്രത്തിൽ ഇപ്രകാരം വലിയ ധീരത കാണിച്ച ധാരാളം മനുഷ്യരുണ്ട്. അതിൽ ലോകമെന്നും മഹാധീരനെന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് വിറ്റോൾഡ് പിലെസ്കി, പോളണ്ടുകാരൻ. ഔട്ട്ഫിറ്റ്സ് എന്ന പേര് കേട്ടാൽ തന്നെ ആളുകൾ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്ന ഒരു കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട, ചുട്ടുകരിക്കപ്പെട്ട ഔട്ട്ഫിറ്റ്സിലേക്ക് മനഃപൂർവ്വം കടന്നു ചെന്ന ഒരാളാണ് വിറ്റോൾഡ് പിലെസ്കി എന്ന പോളണ്ടുകാരൻ. അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. ഔട്ട്ഫിറ്റ്സിൻ്റെ കഥകൾ ലോകത്തെ അറിയിക്കണം. എങ്ങനെയെങ്കിലും ആ ക്യാമ്പ് തകർത്ത് അവിടെയുള്ള തടവുകാരെ മോചിപ്പിക്കണം. അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അധികാരികളുടെ പിന്തുണ വേണ്ടത്ര കിട്ടാതെ പോയപ്പോൾ പിലെസ്കി അയച്ച റിപ്പോർട്ടുകൾ ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെതിരെ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിൽ അധികാരികൾ അവഗണിച്ചു കളഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് തടവുചാടുകയാണ്. ഒരുപക്ഷെ
ഔട്ട്ഫിറ്റ്സിൽ നിന്നും തടവ് ചാടിയ അത്യപൂർവം പേരിൽ ഒരാളായി പിലേസ്കി ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നീട് ജർമ്മൻകാർ പരാജയപ്പെട്ട് പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് വന്നപ്പോൾ പിലേസ്കി വീണ്ടും പിടിക്കപ്പെട്ടു, രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടു. ക്രൂരമായ പീഡകളിലൂടെ ആ മനുഷ്യനെ വീണ്ടും കടന്നു പോകേണ്ടി വന്നു. തൻ്റെ പീഡകളുടെ ഇടവേളയിൽ അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് എഴുതുന്നുണ്ട്, ഇവിടുത്തെ വേദനകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഔട്ട്ഫിറ്റ്സ് പറുദീസയാണ്. പക്ഷേ തന്നെ പീഡിപ്പിച്ചവരോട് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ നോവിക്കാൻ കഴിയും, പക്ഷേ എൻ്റെ ആദർശത്തെ നിങ്ങൾക്ക് സ്പർശിക്കാനാവില്ല. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി, പിറന്ന മണ്ണിനു വേണ്ടി എന്തും ചെയ്യും. പ്രിയമുള്ളവരെ, ചില ആദർശങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അവൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളറിയാത്ത ഒരു ഭക്ഷണമുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അന്വേഷിക്കലും അത് പൂർത്തിയാക്കലുമാണ് എൻ്റെ ഇഷ്ടം. ഒലിവുയക്കിൽപ്പെട്ട് ഞെരിയുന്ന ഒലിവുകായ പോലെ തൻ്റെ ഹൃദയം വല്ലാതെ ഞെരുങ്ങിയപ്പോൾ അവൻ പറഞ്ഞില്ലേ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അത് നിറവേറട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഗത്സമനികളെ പറുദീസയാക്കുന്ന, ഔട്ട്ഫിറ്റ്സുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കുന്ന ചില ആദർശങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ആ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രത്യാശയുടെ ജീവൻ്റെ കിരീടം ലഭിക്കുക. ഈ വെള്ളിയാഴ്ച കർത്താവിൻ്റെ ഗത്സമനിയിലെ തീവ്രവേദനകളെ അനുസ്മരിക്കുമ്പോൾ നമുക്കോർക്കാം, അവനെ തേടി ഒരു സ്വർഗീയ ദൂതൻ വന്നതുപോലെ നമ്മുടെ എല്ലാ സഹനങ്ങളുടെയും പുറകിൽ ഒരു ദൂതൻ മറഞ്ഞിരിപ്പുണ്ട്. പ്രത്യാശയോടെ നോക്കിയാൽ നമുക്ക് ആ ദൂതനെ കണ്ടെത്താനാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.